Hi students, Introduction to Communication and Journalism എന്ന യൂണിറ്റ് 1-ലെ Introduction to Communication അതിലെ ചില സബ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Introduction to Communication-ല് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ, elements and types of communication, functions and dysfunctions of mass communication, then ചില മോഡലുകൾ അരിസ്റ്റോട്ടിൽ, ലാസ്വെൽ, ഷാനോൺ ആൻഡ് വീവർ മോഡൽ, ഓസ്ഗുഡ് ആൻഡ് ഷ്രാം മോഡൽ, ബെർലോ SMCR മോഡൽ, then കുറച്ച് 2-3 തിയറീസ്, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, നോർമേറ്റീവ് തിയറീസ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഡെഫിനിഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു പോകാം. കമ്മ്യൂണിക്കേഷൻ എന്നത് ഒരു ലാറ്റിൻ വേർഡായ കമ്മ്യൂണിസിൽ നിന്നും വന്നതാണ് എന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു കമ്മ്യൂണിസ് എന്നൊരു വേർഡ് നെറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കമ്മ്യൂണിസ് എന്നൊരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് കോമൺ എന്നാണ്. ഓക്കെ, അപ്പം it denotes the act of imparting, conveying or exchanging ideas through speech, writing or signs. So കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വന്നത് കമ്മ്യൂണിസ് എന്നൊരു വേർഡിൽ നിന്നാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ ചില ഡെഫിനിഷൻസ്, കമ്മ്യൂണിക്കേഷനെ പല സ്കോളേഴ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലോട്ട് ഓഫ് ഡെഫിനിഷൻസ് ഉള്ള ഒരു വേർഡാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സിംപ്ലി ഡിഫൈൻ ചെയ്യുമ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷനെയും ഐഡിയാസിനെയും ഒരു ആറ്റിറ്റ്യൂഡ്സിനെയും ഒക്കെ ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നതിനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് എ മെസ്സേജ് ഫ്രം എ സോഴ്സ്, ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, to an audience through a channel. ഇതൊരു ചാനൽ ആയിരിക്കും. ഈ ചാനൽ വഴി ഒരു മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ആരാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു സ്പീക്ക് ചെയ്യുന്നത് എന്ന് അദ്ദേഹം സോഴ്സ് ആയിരിക്കും. ആൻഡ് ഈ ഒരു കാര്യം എവിടെ എത്തുന്നു എന്നത് അത് ഓഡിയൻസ് ആയിരിക്കും. എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മെസ്സേജും, ആൻഡ് ദാറ്റ് സ്പോക്കൺ വോയിസ് ക്യാരിഡ് ത്രൂ ദ എയർ ഇസ് ദി ചാനൽ. ഓക്കെ, ഇതൊരു സിംപ്ലി ഡെഫിനിഷൻ ആണ്. ഇനി പല തരത്തിൽ ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു സിംപ്ലി ടേമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ജോസഫ് എ ഡെവിറ്റോ എന്ന ഒരു സ്കോളർ ഉണ്ട്, ജോസഫ് എ ഡെവിറ്റോ. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. അദ്ദേഹം കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് ദ ആക്ട് ബൈ വൺ ഓർ മോർ പേഴ്സൺസ് ഓഫ് sending and receiving messages distorted by noise within a context with some effect and with some opportunity for feedback. അവിടെ noises ഉണ്ടാവാം, with some effect and with some opportunity for feedback. ഓക്കെ, അപ്പം ജോസഫ് എ ഡെവിറ്റോ പറഞ്ഞത് അങ്ങനെയാണ്. ഇനി വേറൊരു സ്കോളർ എന്ന് പറയുന്നത് തിയോഡർസൺ ആൻഡ് തിയോഡർസൺ. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ, ഐഡിയാസ്, ആറ്റിറ്റ്യൂഡ്സ് ഓർ ഇമോഷൻ ഫ്രം വൺ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ടു അനദർ, പ്രൈമർലി ത്രൂ സിംബൽസ്. ത്രൂ സിംബൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ജോർജ് ഗബ്നർ പറഞ്ഞിട്ടൊരു തിയറിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ തിയറി വളരെ ഫേമസ് ആണ്. അദ്ദേഹമാണ് കൾട്ടിവേഷൻ തിയറി കൊണ്ടുവന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് ത്രൂ മെസ്സേജസ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ത്രൂ മെസ്സേജസ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഡിഫൈൻ ചെയ്തത്. അങ്ങനെ പല ആളുകൾ കമ്മ്യൂണിക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോട്ട് ഓഫ് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 1-2 ഡെഫിനിഷൻസ് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച വ്യക്തികളുമായി റിലേറ്റഡ് ആയ ഡെഫിനിഷൻസ് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പം എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസ് ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഓടിച്ചു പോവാം എലമെന്റ്സ് എന്താണ്. അത് ഞാൻ പറഞ്ഞു, സോഴ്സ് ആണ് ഫസ്റ്റ് എലമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നത്, സെന്റർ ആണ് ഇവിടെ സോഴ്സ്.
Okay, a sender who a person who sends a message or signal is the source in communication. Communication by definition demands that someone sends signals and someone receive them. ആരെങ്കിലും ഇത് അയച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ അത് റിസീവ് ചെയ്തിരിക്കും. അപ്പൊ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് സോഴ്സ് എന്ന് പറയുന്നത്. സോ സോഴ്സിൽ നിന്നും പോകുന്നത് എവിടേക്കാണ് എത്തുന്നത്? റിസീവറിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഇത് സ്വീകരിക്കുന്ന ആൾ, റിസീവ് ചെയ്യുന്ന ആൾ, ആ ആളാണ് റിസീവർ. ആൻഡ് അദ്ദേഹം ഒരാളായിരിക്കാം. അതൊരു കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് വെച്ചിരിക്കും. ഇപ്പോൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതൊരു 1 person ആയിരിക്കും. ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ 2 persons ആയിരിക്കും. ആൻഡ് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ മാസ് പീപ്പിൾസ് ഉണ്ടായിരിക്കും. അപ്പം റിസീവർ എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് പോലെ ഇരിക്കും. ഏതൊരു ചാനൽ വഴിയാണ് പോയിരിക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിസീവർ. ഓക്കെ, ആൻഡ് കണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സിറ്റുവേഷൻ. എന്താണ് സിറ്റുവേഷൻ? അതായത് ഏതൊരു കമ്മ്യൂണിക്കേഷനും ഒരു കണ്ടെക്സ്റ്റ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതൊരു പല തരത്തിലായിരിക്കും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഒരു പബ്ലിക് പാർക്ക് ആയിരിക്കാം, ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരിക്കാം, എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ദെൻ മെസ്സേജ്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു നമ്മൾ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന എന്തും ഒരു മെസ്സേജ് ആണ്. ഒരു വെർബൽ ആയിരിക്കാം, അത് വെർബൽ ആവാം, ഓറൽ ആവാം, ദെൻ അതൊരു റിട്ടൺ മെസ്സേജ് ആയിരിക്കാം. സോ മെസ്സേജസ് പലതരത്തിലുണ്ട്. ഓക്കെ, ദെൻ സിമ്പിൾസ് വഴി പോവാം. വി ക്യാൻ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് നോൺ വെർബലി. നമുക്ക് അങ്ങനെ സംസാരിക്കണം എന്നില്ല, നമുക്ക് ആംഗ്യം കാണിക്കാം. ഓക്കെ, നമ്മൾ ഒരു ഡ്രസ്സ് ധരിക്കുന്നതിനെ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതിനെ, ദ വേ വി ഷേക്ക് ഹാൻഡ്സ്, ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, മെസ്സേജ് ആണ്. ഓക്കെ, സോ അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ നടക്കുക, ഇരിക്കുക, അതൊക്കെ. ഓക്കെ, ചാനൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റൂട്ട് ഓർ വെഹിക്കിൾ അലോങ് വിച്ച് ഈ മെസ്സേജിനെ ക്യാരി ചെയ്തു പോകുന്ന എന്തിനേയും നമ്മൾ ചാനൽ എന്ന് വിളിക്കും. ഈവൻ എയർ പോലും ഒരു ചാനലാണ്. അപ്പോൾ ഈ സെൻട്രൽ നിന്നും റിസീവറിലേക്ക് ഈ മെസ്സേജിനെ നമ്മൾ ക്യാരി ചെയ്തു പോകുന്ന ആളെ അല്ലെങ്കിൽ അതിനെ നമ്മൾ സൗണ്ട് വേവ്സിനെ നമ്മൾ ക്യാരി ചെയ്യുന്നതിനെ നമുക്ക് ചാനൽ എന്ന് വിളിക്കാം. അത് ന്യൂസ് പേപ്പേഴ്സ് ആവാം, മാഗസീൻസ് ആവാം, റേഡിയോ ആവാം, TV ആവാം, ഇന്റർനെറ്റ് ആവാം. ഓക്കെ, ദെൻ നോയ്സ് എന്നൊരാൾ ഇവിടെ വരുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ ഒരു ക്രൗഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് കോൾ വരുന്നത്. അവിടെ ബാൻഡ്മേളവും സംസാരവും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു കോൾ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് കേൾക്കുന്നില്ല, ബിക്കോസ് ഓഫ് ദാറ്റ് സൗണ്ട് അല്ലെങ്കിൽ നോയ്സ്. അപ്പം അത് ഒരു നോയ്സ് ആണ്. നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു എനിത്തിങ് ദാറ്റ് ഡിസ്റ്റോർട്ട്സ്. നമ്മളെ എങ്ങനെ ആ ഒരു മെസ്സേജ് അവിടെ റിസീവറിലേക്ക് എത്തിക്കാതെ ഏത് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതെല്ലാം നോയ്സസ് ആണ്. അത് ഒരു നെറ്റ്വർക്ക് എറർ ആയിരിക്കാം, പലരുടെ ശബ്ദങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം. ഓക്കെ, ഇനി എൻകോഡിംഗ് എന്ന് പറഞ്ഞത് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ 2 എലമെന്റ്സ് ഉണ്ട്. എൻകോഡിംഗ് ഉണ്ട്, ഡീകോഡിംഗ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ എലമെന്റ്സ് ആണ് ഇവര്, എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻഡർ, അറ്റ് ദ സെൻഡർ എൻഡ് ഓഫ് ദ മോഡൽ ആണ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ അത് റിസീവർ എൻഡ് ആണ്. ഇത് സെൻഡർ എൻഡും ഇത് റിസീവർ എൻഡും ആണ്. ഓക്കെ, എൻകോഡിംഗ് പറഞ്ഞാൽ the message is translated into a language or code suitable for transmission to the intended receivers. And the act of producing message, ഇപ്പോ ഒരു സ്പീക്കിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ്, അതിനെ നമുക്ക് എൻകോഡിംഗ് എന്ന് പറയാം. By putting ideas into sound waves, we are putting these ideas into a code. അപ്പൊ നമ്മളതൊരു കോഡായിട്ട് മാറ്റുകയാണ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന വ്യക്തിക്ക് അതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെ നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മളിപ്പോ when we speak we are putting our ideas into sound waves, അത് എൻകോഡിംഗ് ആണ്. അപ്പൊ ഈ സൗണ്ട് വേവ്സിനെ നമുക്ക് ഐഡിയാസ് ആയിട്ട് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ ദാറ്റ് ഇസ് ഡീകോഡിംഗ്. അപ്പോൾ നമ്മളിപ്പോ when we read a text we are decoding the written symbols of a language. ഓക്കെ, അപ്പം അതാണ് ഡീകോഡിംഗ് ആൻഡ് എൻകോഡിംഗ്. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന നെക്സ്റ്റ് ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു മെസ്സേജ് അയച്ചു, അപ്പോൾ അതിന് നമുക്കൊരു റെസ്പോണ്ട് വേണം അല്ലെ? അപ്പോൾ എന്തെങ്കിലും ഒരു റെസ്പോണ്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള ഫീഡ്ബാക്സ് ഉണ്ടായിരിക്കാം. അപ്പം ഇൻഫർമേഷൻ ദാറ്റ് ഇസ് ഫെഡ് ബാക്ക് ടു ദ സോഴ്സ് ഇസ് നോൺ ആസ് ഫീഡ്ബാക്ക്. Feedback in general refers to any process by which the communicator obtains information as to whether and how his or her intended receiver has received the message. ഇനി നെക്സ്റ്റ് വന്നിട്ട് എഫക്റ്റ്, ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എഫക്റ്റ് ആണ്.
Effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the consequences of communication are referred to as effect. അതായത് communication has always some effect on one or more persons. The effect could be on the source or on the receiver, on both of them. Okay. അപ്പോൾ നമ്മൾ elements of communication discuss ചെയ്തു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ്, അതും ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ചില ടൈപ്പുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. കമ്മ്യൂണിക്കേഷൻ വളരെ സെവറൽ ടൈപ്സിൽ നമ്മൾ ഒരു അതിന്റെ സോഷ്യൽ ഗ്രൂപ്പ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിവൈസസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ഇൻട്രാപേഴ്സണൽ എന്ന് പറയും. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്വയം ഇരുന്ന് അങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുക, നമ്മൾ പ്രാർത്ഥിക്കുക, ഇതിനെയൊക്കെ നമുക്ക് ഇൻട്രാപേഴ്സണൽ, നമ്മൾ തിങ്ക് ചെയ്യുക, നമ്മൾ ഫീൽ ചെയ്യുക, ദാറ്റ് ഈസ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളുമായിട്ട് സംസാരിക്കുക, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. നമ്മൾ ഫേസ് ടു ഫേസ് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിനെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയും. ഇവിടെ രണ്ട് പേഴ്സൺസ് ആയിരിക്കും. ഇവിടെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ കോൺവെർസേഷൻ വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് എ മെഷീൻ ലൈക്ക് ഒരു ടെലിഫോണോ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവുന്നില്ല. ഒരു when a mechanical device mediates in an interpersonal exchange, അതിനെ നമുക്ക് ഇന്റർപേഴ്സണൽ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു മീഡിയേറ്റർ ഇല്ല, പക്ഷെ അവിടെ ഒരു ടെലിഫോണോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, രണ്ട് പേഴ്സൺസിനിടയിൽ വേറൊരു ഡിവൈസ് വന്നു കഴിഞ്ഞാൽ അത് ഇന്റർപേഴ്സണൽ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അതിനൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണം. ദെൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ വരുന്ന സംസാരം, അതൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു സൈസ് ഓഫ് ഗ്രൂപ്പിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും. വലുതാവാം, ചെറുതാവാം, 4 പേരുണ്ടാവും, 5 പേരാവും. അപ്പോൾ ഇറ്റ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ വാട്ട് ഈസ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ? പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സ്പീച്ച് നടക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ഒരാള് നിന്ന് സംസാരിക്കുമ്പോൾ നിറയെ ഓഡിയൻസ്, അതുപോലെ പല ഡാൻസസ്, നമ്മൾ ഡാൻസ് കാണുന്നതും അതിൽ ക്ലാപ്പിംഗ് ഉണ്ടായിരിക്കാം, ഹൂറ്റ് ഉണ്ടാവാം, ഹൗളിംഗ് ഉണ്ടാവാം. ഒരു പബ്ലിക് മീറ്റിംഗ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺവെൻഷൻസ് ഒക്കെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ലാർജ് ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. അതിനെയാണ് നമ്മൾ TV, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, റേഡിയോ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്, ഇതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറൌണ്ട് ദ വേൾഡ് നമുക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ സാധിക്കും. അപ്പം അതൊരു വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മൾ കുറച്ചും അത് പറഞ്ഞു. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് വെർബലി പോകുന്നതും റിട്ടൺ ആയിട്ട് പോകുന്ന കമ്മ്യൂണിക്കേഷൻസ് ആണ് പലതരത്തില്. ദെൻ അതുപോലെ നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആംഗ്യ ബോഡി മൂവ്മെന്റ്സ് വഴി, എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് വഴി, അതിന് നമ്മൾക്ക് കൈനസിസ് എന്നൊക്കെ പറയും. ബോഡി മൂവ്മെന്റ്സിനെ കൈനസിസ് എന്നൊക്കെ പറയും. അപ്പം അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തൊക്കെയാണ് സമൂഹത്തിന് കിട്ടുന്നത്? ഒരു ഫങ്ഷൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഒരു മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ അത് ഇൻഫോം ചെയ്യുന്നുണ്ട്, എന്റർടൈൻ ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ റെയിൻഫോഴ്സ് ചെയ്യുന്നത്. റെയിൻഫോഴ്സ് എന്ന് പറയുമ്പോൾ ടു മേക്ക് സ്ട്രോങ്ങർ ഓർ ബിലീഫ് ആറ്റിറ്റ്യൂഡ്സ് വാല്യൂ. അതായത് the communists will expose themselves to communist publications and programs, and they will emerge ideologically reinforced from such experiences. Then communication എന്ന് പറയുന്നത് ഒരു സോഷ്യലൈസിങ് പ്രോസസ് ആണ്, സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്, അതൊരു ഫങ്ഷൻ ആണ്. ദെൻ അത് ഓഡിയൻസസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് പീപ്പിൾസിനെ മാറ്റുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്, ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ചേഞ്ച് ഓർ പെർസ്യൂഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് കൺഫേർ സ്റ്റാറ്റസ്, അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഫങ്ഷൻസ് ഉണ്ട്. ഇനി ചില ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. ഡിസ്ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ
എന്തൊക്കെയായിരിക്കും? For example, public health campaign is basically good and desirable, but such messages can cause fear and panic among the public. Okay, അതായത് ഇപ്പോൾ for example നിപ്പ epidemic വന്നു that hit Kerala in 2018 is a good example in this context. The vigorous campaign on the one hand created ചിലർ അത് ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുന്ന സമയത്ത് ചിലർ അത് നല്ലതാണെന്ന് പറഞ്ഞു, മറ്റു ചിലർ അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പീപ്പിളിന്റെ ഇടയിൽ ഒരു വലിയൊരു പാനിക് അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഇത് ഗുണം ചെയ്യുന്നതിനോടൊപ്പം ദോഷവും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം media, this is unavoidable, but some individuals and institutions try to grab media exposure through several wrong methods. In order to get media coverage, these agencies manipulate media. There are also cases where deviant individuals commit major crimes to get media attention. Okay, ethicizing എന്ന് പറയുന്നത് ഒരു മീഡിയയുടെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. മീഡിയ enforces and reinforces social norms in society in a variety of ways. Okay, then narcotizing is one of the chief social consequences of mass media upon audience. അപ്പം PH ലസാസ്ഫെൽഡ്, അതുപോലെ ലസാസ്ഫെൽഡ്, അതുപോലെ ആർ മെർട്ടൺ, അവരൊക്കെ ഇതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത സ്കോളേഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് തിയറീസ് എന്നൊരു ടോപ്പിക്ക് പോവാം. അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഓവർലോഡ് ആവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലാസ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2 നമുക്ക് മോഡൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തിയറീസ് എന്നൊരു ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പം ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒന്നും കൂടെ നിങ്ങൾക്കത് റിവൈസ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.